ഹലോ, ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്ക് മൾട്ടിപ്പിൾ വേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലോത്ത് പൗച്ചിൻ്റെ ഡിസൈനാണ്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ വീട്ടിലിരുന്ന് സമ്പാദിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള പൗച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് അതും സ്ക്രാപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു പൗച്ചിൻ്റെ മെഷർമെൻറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് 15/12 ആണ്. അപ്പോൾ ഇത് നമ്മുടെ നീഡിനനുസരിച്ചിട്ട് നമുക്ക് മെഷർമെൻറ്റ് വേരിയേഷൻസ് വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള പൗച്ച് നമുക്ക് ഒരു പെൻസിൽ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ മൾട്ടിപ്പിൾ വേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗച്ചാണ്. ഇതിപ്പോൾ ഞാനൊരു ട്രാവൽ ഫ്രണ്ട്ലി ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ടോയ്ലറ്ററീസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാഗ്സിലൊക്കെ നമ്മുടെ ട്രാവൽ ബാഗിൽ നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്യാനും കാറ്റഗറൈസ്ഡ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെയുള്ള പൗച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ്ലി വെക്കേണ്ട ക്ലോത്ത്സ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മൾ എക്സ്ട്രാ പെയർ ചെരുപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ മൾട്ടിപ്പിൾ വേസിൽ നമുക്കിതിൻ്റെ മെഷർമെൻറ്റിൽ വേരിയേഷൻ വരുത്തിയിട്ട് മൾട്ടിപ്പിൾ വേസിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി ഈ ഒരു പൗച്ചിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ക്ലോത്താണ്. ഒന്ന് ഫെയർ പീസായിട്ട്, ഒന്ന് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്നിട്ട് ക്ലോത്തിൽ യൂസ് ചെയ്യുന്ന ക്യാൻവാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മൂന്നും നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് സെയിം ആണ്. 15/12 ആണ് ഇപ്പോൾ നമ്മൾ പൗച്ചിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മെഷർമെൻറ്റ്. അപ്പോൾ ആ ഒരു സെയിം മെഷർമെൻറ്റിൽ തന്നെയാണ് 3 പീസും കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ വന്നിട്ട് ഇതിലേക്ക് ആകെ ആവശ്യമായിട്ടുള്ളത് ഒരു സിപ്പും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ സിപ്പിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ സെയിൽ ചെയ്യാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്യാവശ്യം നല്ല ക്ലോത്തും അതുപോലെ സിബും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ക്യാൻവാസ് ഒന്ന് മെഷർ ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ലൈനിങ് പീസും അതുപോലെ ഫെയർ പീസും സെയിം ക്ലോത്തിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ചെറിയൊരു പൗച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടിലും സെയിം ഫെയർ ക്ലോത്ത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ലൈനിങ് ക്ലോത്തിലേക്ക് നമ്മുടെ ക്യാൻവാസ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് ആ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ സെയിം ഈ ഒരു പീസിലേക്ക് നമ്മുടെ ഫെയർ പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്യാൻവാസ് മിഡിലേക്ക് വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ബോർഡർ പീസ് ഒന്ന് ബോർഡറിലേക്ക് 4 സൈഡിലേക്കും ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിഡിലേക്ക് കുറച്ച് ലൈൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഈ ഒരു പൗച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ മിഡിലേക്കൊരു സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാ ഇതുപോലെയാണ് നമ്മൾ ക്ലോത്ത് പ്ലേസ് ചെയ്യുന്നത്. പ്ലേസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ 4 സൈഡ്സും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇതിൻ്റെ 4 സൈഡും ഇതുപോലെ ഒരു ചെറിയ വിടത്തിലുള്ള ഒരു സീം അലവൻസ് ലീവ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റോങ് സൈഡിലേക്ക് ഞാൻ കുറച്ച് ലൈൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഇതുപോലെ കുറച്ച് ലൈൻസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലും കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൗച്ച് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതാ നമ്മൾ കൊടുത്തിട്ടുള്ള ലൈൻസിലൂടെ ഓരോ സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൗച്ചിലേക്കുള്ള കട്ടിങ് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യുന്ന എഡ്ജസ് ഇല്ലേ, ആ ഒരു എഡ്ജസ് പൈപ്പിംഗ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലൈനിങ് വെച്ചിട്ട് മറിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ, അങ്ങനെ ചെയ്യുവാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ സ്ട്രാപ്പ് പീസ് വെച്ചിട്ട് ഇതുപോലെ ഒരു പൈപ്പിങ്ങിലൂടെ, ഒരു വൈറ്റ് പൈപ്പിങ്ങിലൂടെ ഫിനിഷ് ചെയ്തും കൂടെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ 2 എഡ്ജും ലൈനിങ് വെച്ച് നല്ല നീറ്റായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള സിപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ചെയ്യുന്നത് നമ്മൾ സിപ്പിൻ്റെ മെഷർമെൻറ്റൊക്കെ നോക്കിയിട്ട് സിപ്പ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു റെഡിമെയ്ഡ് സിപ്പാണ്, സിംഗിൾ പീസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ലാസ്റ്റിൽ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടാണ് ബാലൻസ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ആദ്യം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നമ്മുടെ സിപ്പിൻ്റെ ഹോൾഡറില്ലേ, ആ ഒരു ഹോൾഡിംഗ് പാർട്ട് ഫെയർ പീസിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെയും
അതർ സൈഡ് മറ്റേ പോർഷനിലേക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മിഡിൽ പോർഷനിലേക്ക് ആ ഒരു ചെയിനിലേക്ക് എത്താതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പലരും ചോദിച്ചിട്ടുള്ളതാണ് സിബ് ചെയ്തെടുക്കുമ്പോൾ ഫൂട്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഫൂട്ട് ഒരു സിംഗിൾ ഫൂട്ടാണ് കേട്ടോ. സിബ് അറ്റാച്ച്മെൻറ്റ് ഫൂട്ട് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ തന്നെ കിട്ടും. ഇതുപോലെയുള്ള സിംഗിൾ ഫൂട്ട് വെച്ചിട്ട് വേണം സിബ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റിൽ തന്നെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു സിബിൻ്റെ ചെയിൻ വരുന്ന ഭാഗത്ത് ഫൂട്ട് ഉണ്ടാവില്ല. ഈ ഒരു ക്ലോത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ് ആ ഒരു ഫൂട്ട് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നീറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി അതർ സൈഡും കൂടെ സെയിം വേയിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കോർണർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 1.75 by 1.75 ആണ്. ആ ഒരു മെഷർമെൻറ്റിൽ 4 കോർണേഴ്സും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത മെഷർമെൻറ്റിലൂടെ 4 കോർണേഴ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഞാൻ ഫെയർ സൈഡാണ് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ റോങ് സൈഡിൽ ഫോൾഡ് ചെയ്തിട്ട് പിൻ വെച്ചിട്ട് 2 സൈഡും ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക. അത് നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ സെപ്പറേറ്റായി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് റോങ് സൈഡ്. എന്നിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കോർണേഴ്സില്ലേ അതൊന്ന് ഇതുപോലെ ഒന്ന് ഫ്ലാറ്റാക്കി പിടിച്ചതിന് ശേഷം ഈ ഒരു ഓപ്പോസിറ്റ് കോർണേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു ഫോൾഡിങ് മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കേണ്ടതാണ്. ഇനി ഒരു 1/4 ഇഞ്ച് വിഡ്ത്ത് സീം അലവൻസ് ലീവ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള റഫ് എഡ്ജസ് സ്ട്രാപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തും കൂടെ എടുക്കാവുന്നതാണ്. ഒരു ലൈനിങ്ങും കൂടെ കൊടുത്തിട്ട് ആ ഒരു റഫ് എഡ്ജ് ഫിനിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മസ്റ്റായിട്ടും എഡ്ജസൊക്കെ ഫിനിഷ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതുപോലെ 4 കോർണേഴ്സും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫേസ്റ്റ് സൈഡ് ഒന്ന് ടേൺ ചെയ്തെടുക്കാം. അപ്പോൾ ടേൺ ചെയ്തെടുക്കുമ്പോൾ 4 കോർണേഴ്സും നീറ്റാക്കിയിട്ട് ക്ലോത്തൊന്നും മടങ്ങി പോകാണ്ട് ഇതുപോലെ നീറ്റാക്കിയിട്ട് വേണം ടേൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടേൺ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു അയണിങ്ങൂടെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ വലിയ സൈസുള്ള ബാഗ്സൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ടും ടോപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ടതാണ്. പിന്നെ ഇതുപോലെയുള്ള പൗച്ച് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 4 കോർണറും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സിംഗിൾ സെക്ഷൻ മാത്രമുള്ളൊരു പൗച്ചാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു 5 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൗച്ചാണിത്. മെഷർമെൻറ്റ് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. ഇനി ഇങ്ങനെയുള്ള പൗച്ച് നമുക്ക് സെക്ഷൻസും കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെയും കൂടെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു സിംഗിൾ സെക്ഷനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് എൻ്റെ ആക്സസറീസ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പൗച്ച് മേക്കിംഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.